അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 15 ഞായറാഴ്ച, തിരുവോണം. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ തിരുവോണാശംസകൾ. തിരുവോണം പ്രമാണിച്ച് ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകളും നാളത്തെ പ്രഭാത വാർത്തകളും ഉണ്ടായിരിക്കുന്നതല്ല. മലയാളികൾക്ക് ഓണ സന്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിനെ ചേർത്ത് പിടിക്കണമെന്ന് മുഖ്യമന്ത്രി ഓണ സന്ദേശത്തിൽ പറഞ്ഞു. ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരി സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിജീവിത പ്രദേശത്തെ സാമ്പത്തികമായും സാമൂഹികമായും ചലനാത്മകമാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വൈദ്യപഠനത്തിനായി ദില്ലി എയിംസിനെ കൈമാറി. ദില്ലി AKG ഭവനിൽ നടത്തിയ പൊതുദർശനത്തിൽ നിരവധി നേതാക്കൾ യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 3:30 വിലാപയാത്ര ആരംഭിച്ചത്. തുടർന്ന് യെച്ചൂരിയുടെ ഭൗതിക ശരീരം ദില്ലി എയിംസിനെ കൈമാറി. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മരണം. CPM ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ഇപ്പോൾ ആർക്കും നൽകില്ലെന്നും പാർട്ടി സെൻട്രലിലെ നേതാക്കൾ കൂട്ടായി ചുമതല നിർവഹിക്കുന്നതിനാണ് നിലവിലെ തീരുമാനമെന്നും റിപ്പോർട്ടുകൾ. ഈ മാസം അവസാനം ചേരുന്ന PBCC യോഗങ്ങൾ തുടർകാര്യങ്ങൾ ആലോചിക്കുമെന്നും പാർട്ടി കോൺഗ്രസ് വരെ നിലവിലെ സംവിധാനം തുടരുന്നത് ആലോചനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുമുണ്ട്. മലപ്പുറം വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിനെ നിപ്പ ബാധിച്ചിരുന്നതായി സംശയം. നിപ്പ പോസിറ്റീവായതായി കോഴിക്കോട് നടന്ന പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. പൂനെ വൈറോളജി ലാബിലെ ഫലം കൂടി ലഭ്യമായാലേ നിപ്പ സ്ഥിരീകരിക്കാനാവൂ. കഴിഞ്ഞ തിങ്കളാഴ്ച പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് യുവാവ് മരിച്ചത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി 3 പേർ മരിച്ചു. വിവാഹത്തിന് പങ്കെടുക്കാനെത്തിയ കോട്ടയം ചിങ്ങവനം സ്വദേശികളായ അലീന തോമസ്, ചിന്നമ്മ, ഏഞ്ചൽ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ വന്ന ട്രെയിൻ 3 പേരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സപ്ലൈകോ നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് പഠിപ്പിച്ച ഓണക്കാലമാണ് ഇതെന്ന് മന്ത്രി GR അനിൽ. ഉത്രാട ദിനത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ 16 കോടി രൂപയുടെ വിൽപ്പനയാണ് ജില്ലാ ഫെയറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും നടന്നത്. 24 ലക്ഷത്തിലധികം പേർ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. അർഹരായ 92% റേഷൻ കാർഡ് ഉടമകളും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ സാധിക്കുന്നില്ലെന്ന പരാതിയിന്മേൽ ലോകായുക്തയുടെ ഉത്തരവ്. ഊരുട്ടമ്പലം സഹകരണ ബാങ്കിനെതിരെയാണ് റസൽപുരം സ്വദേശിയായ 80 വയസ്സുകാരി പത്മാവതി അമ്മ പരാതി നൽകിയത്. 1 മാസത്തിനകം പണം കൊടുക്കണമെന്ന് ബാങ്ക് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ലോകായുക്ത നിർദ്ദേശിച്ചു. കോഴിക്കോട് ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകി. ആശുപത്രിക്ക് മുന്നിൽ മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധം അവസാനിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടി എന്ന് പോലീസ് അറിയിച്ചു. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തുടർ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി മാനേജ്മെന്റും അറിയിച്ചു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് താമിർ ജിഫ്രിയുടെ കുടുംബം CBIക്ക് വീണ്ടും പരാതി നൽകി. അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കുടുംബം കേസ് 4 പേരിൽ ഒതുക്കരുതെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. CBI ഗൂഢാലോചന അന്വേഷിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും താമിർ ജിഫ്രിയുടെ കുടുംബം വ്യക്തമാക്കി. കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടി തെരച്ചിൽ തുടരാൻ ഡ്രഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്ത് എത്തിക്കാൻ തീരുമാനമായി. ഇന്ന് വൈകിട്ട് ഗോവ തീരത്ത് നിന്ന് ഡ്രഡ്ജർ പുറപ്പെടും. ചൊവ്വാഴ്ച കാർവാറിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട്.
കാർഷിക നിയമങ്ങളെ എതിർത്തവർ കർഷകരെ കഴുത്തുഞെരിച്ച് കൊന്നിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ദിവസം അടിയന്തരാവസ്ഥ പോലെ ചരിത്രത്തിൽ കുറിക്കപ്പെട്ട കിരാതദിനമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെള്ളായണിയിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ എല്ലാ മേഖലയിലും സമാന കമ്മിറ്റി വരണമെന്നും സിനിമയിൽ മാത്രമായി നടപടികൾ ഒതുങ്ങിപ്പോകരുതെന്നും കവിയും ഗാനരചയിതാവുമായ വൈരമുത്തു. പുതിയ ഇന്ത്യക്കുള്ള തുടക്കമാണ് ഹേമ കമ്മിറ്റി. സ്വയം പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് സ്കൂളുകളിൽ പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്നും വൈരമുത്തു ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കവിയും ഗാനരചയിതാവുമായ വൈരമുത്തു നടത്തിയ പരാമർശത്തെ പരിഹസിച്ച് ഗായിക ചിന്മയി ശ്രീപദ. വൈരമുത്തു ശരിക്കും ഇങ്ങനെ പറഞ്ഞോ എന്നാണ് ചിന്മയിയുടെ ചോദ്യം. വൈരമുത്തുവിനെതിരെ നേരത്തെ മീറ്റു ആരോപണം ഉന്നയിച്ചിരുന്ന വ്യക്തിയാണ് ചിന്മയി. വേട്ടക്കാർക്കൊപ്പമുള്ള കോൺക്ലേവ് നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ചിന്മയി ആവശ്യപ്പെട്ടു. എംപോക്സ് വാക്സിന് അനുമതി നൽകി ലോകാരോഗ്യ സംഘടന. ബവേറിയൻ നോർഡിക് കമ്പനി പുറത്തിറക്കിയ വാക്സിനാണ് അനുമതി നൽകിയത്. ആഫ്രിക്കയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എംപോക്സ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് വാക്സിന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയത്. ജമ്മുകാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിൽ BJP ഹാട്രിക് വിജയം നേടുമെന്ന് കുരുക്ഷേത്രയിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. കോൺഗ്രസ് ഭരണത്തിലേറിയ 3 സംസ്ഥാനങ്ങളിലും വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിനെതിരെ ജനവികാരം ശക്തമാണെന്നും മോദി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ തീവ്രവാദം അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് തുടക്കമിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പോലീസിനെയും സൈന്യത്തെയും ആക്രമിക്കാൻ നേരത്തെ ഉയർത്തിയ കല്ലുകൾ ഇപ്പോൾ പുതിയ ജമ്മുകാശ്മീർ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും കേസ് ആദ്യം അന്വേഷിച്ച സ്റ്റേഷൻ ഹൌസ് ഓഫീസറും അറസ്റ്റിൽ. അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് ഇരുവരെയും CBI അറസ്റ്റ് ചെയ്തത്. നർമ്മദ നദിക്കരയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലും മദ്യ മാംസ നിരോധനം ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. നർമ്മദ ഉത്ഭവിക്കുന്ന അമർകാണ്ടകിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി അധികാരത്തിലേറുകയാണെങ്കിൽ സംസ്ഥാനത്തെ സമ്പൂർണ്ണ മദ്യനിരോധനം എടുത്തുകളയുമെന്ന് ജൻ സുരാജ് കൺവീനർ പ്രശാന്ത് കിഷോർ. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 തന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി പിറവിയെടുക്കുമെന്നും പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗണേശ വിഗ്രഹ നിമജ്ജനത്തിനിടെ 8 പേർ മുങ്ങിമരിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിലെ മേസ്വോ നദിയിൽ വെള്ളിയാഴ്ചയാണ് അപകടം. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആഘോഷിക്കാൻ വീടിന് പുറത്ത് പടക്കം പൊട്ടിച്ചതിനെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. നോർത്ത് ഡൽഹിയിലെ സിവിൽ ലൈനിലുള്ള കെജ്രിവാളിന്റെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചതിനെതിരെയാണ് കേസ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ പടക്കങ്ങളുടെ ഉപയോഗം നിരോധിച്ച് തിങ്കളാഴ്ച സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇത് ലംഘിച്ചതിനാണ് കേസ് എടുത്തിരിക്കുന്നത്. റോബോട്ട് സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഗ്രേഡ് 4 ഹൃദയസ്തംഭനത്തോളം ഗുരുതരാവസ്ഥയിലെത്തിയ 16 വയസ്സുള്ള കൗമാരക്കാരനായിരുന്നു രോഗി. മെഡിക്കൽ വെല്ലുവിളികളും സങ്കീർണതകളും മറികടന്നാണ് ഗുരുതര ഹൃദ്രോഗബാധിതനായ രോഗിയിൽ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ നടത്തിയത്. ഡയമണ്ട് ലീഗ് ഫൈനലിലെ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. കടുത്ത പോരാട്ടത്തിനൊടുവിൽ 0.01 മീറ്റർ വ്യത്യാസത്തിലാണ് നീരജിന് ഡയമണ്ട് ട്രോഫി നഷ്ടമായത്. ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് 1ാമതും ജർമ്മനിയുടെ ജൂലിയൻ വെബർ 3ാമതും എത്തി.
ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഒഡീഷ FC-യെ 2-നെതിരെ 3 ഗോളുകൾക്ക് തകർത്ത് ചെന്നൈയിൻ FC. മൂന്നാമത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് എതിരില്ലാത്ത 1 ഗോളിന് ബാംഗ്ലൂരു FC തോൽപ്പിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.